ഭാവഗായകനായ പി ജയചന്ദ്രൻ അനുസ്മരണം സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മനോഹരം ഈ മധുചന്ദ്രിക എന്ന പേരിൽ സമുദ്രതീരത്ത് വെച്ചു സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ പി സജിനാഥ് അനുസ്മരണ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന ശ്രീമാൻ മനോഹരൻ ഭാവഗായകൻ പി ജയചന്ദ്രനുമായുള്ള അനുഭവങ്ങൾ വേദിയിൽ പങ്കുവച്ചു. കെ ജി രാജു, സി കനകമ്മ ടീച്ചർ തുടങ്ങിയവർ അനുസ്മരിച്ചു സംസാരിച്ചു. ശ്രീമാൻ മനോഹരന് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. തുടർന്ന് ചടങ്ങിൽ സമുദ്ര സാംസ്കാരിക കേന്ദ്രം അംഗങ്ങൾ ഭാവഗായകന്റെ സൃഷ്ടിയിൽ പിറന്ന സംഗീതങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു. സമുദ്ര ട്രസ്റ്റ് ചെയർമാൻ റൂവൽ സിംഗ്, സമുദ്ര സാംസ്കാരിക കേന്ദ്രം കൺവീനർ ആർ എം ഷിബു, സമുദ്രതീരം PRO ശശിധരൻ പിള്ള, കെ ജി രാജു, ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ ആർ ജയചന്ദ്രൻ, ജി രാജി, തട്ടാമല മധു, ബി മധുകുമാർ, സുധീർ ദേവ്, ബാബു നീലാംബരി, എൻ അശോകൻ, ആർ ഉദയകുമാർ, സുനേഷ് കുമാർ, എസ് സുഭാഷ്, CR ബിന്ദു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുട്ടിക്കാലത്ത് എപ്പോഴോ മനസ്സിൽ പതിഞ്ഞ ഒരു ഗാനം രഞ്ജിനി എന്ന് പറയുന്ന ആ 10:30 മണിക്കുള്ള ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലാണ് റേഡിയോയിലൂടെ രചന ഇന്നയാളെന്നും സംഗീതം ഇന്നയാളെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിനി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അല്ലാത്ത എല്ലാം പാടുന്ന ഇന്നയാൾ പാടുന്ന ഇന്ന ഒന്ന് പറയത്തേ ഉള്ളൂ. അവിടെ അന്ന് കേട്ട കുറേ പാട്ടുകൾ, അതിൽ മുത്തശ്ശി എന്ന് പറയുന്നൊരു പടത്തിലൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് ആദ്യമായിട്ട് മനസ്സിലിങ്ങനെ തറച്ചു കയറിയത്. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്ന് നിൻ്റെ ചിന്തകളെ ആരുണർത്തുന്നു എന്നുള്ള പാട്ട്, ഹർഷഭാഷ്മം തൂകി എന്നുള്ള ഒരു ഗാനം. അതുമുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നുള്ളത്. അതുമുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അത് ആസ്വാദനത്തിൻ്റെ പരിമിതിയാണോ എന്നറിയാൻ വയ്യ. ജയചന്ദ്രൻ്റെ പാട്ടേ പിന്നെ കേൾക്കൂ. അങ്ങനെ ഒരു പ്രശ്നമായിപ്പോയി. അത് ഈ മരണം വരെ എന്നുവെച്ചാൽ എല്ലാ ദിവസവും കേൾക്കുന്നത്. കാരണം കാരവാൻ, സരിഗമ കാരവാൻ എന്ന് പറയുന്ന ഒരു 7000 പാട്ടുകളുള്ള ഒരു പാട്ടുപെട്ടി എൻ്റെ സഹോദരി, അച്ഛൻ്റെ അനിയൻ്റെ മകൾ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ ഒരു സമ്മാനമായിട്ട് വന്ന്, അതിൽ യേശുദാസ് അടിച്ചാൽ യേശുദാസിൻ്റെ മുഴുവൻ പാട്ടുകളും വരും. ജയചന്ദ്രൻ ഇങ്ങനെ ഓരോ സംഗീത സംവിധായകന്മാരെ, പ്രേം നസീർ അതുപോലെയുള്ള നമ്മുടെ നടന്മാർ അഭിനയിച്ച ഇതുൾപ്പെടെയുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയോ നാളുകളായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജയചന്ദ്രൻ മരിച്ച അന്ന് റേഡിയോ ഓഫ് ചെയ്ത് എനിക്ക് പിന്നെ കേൾക്കാൻ തോന്നുന്നില്ല. റേഡിയോ മാറ്റി ഇങ്ങനെ വെച്ചേക്കാം. വല്ലാത്തൊരു മാനസിക ആവശ്യം. അച്ഛനമ്മമാർക്കെല്ലാം പാട്ട് ഇഷ്ടപ്പെട്ടോ? നല്ല പാട്ടായിരുന്നു അല്ലേ? ഇനി അടുത്ത പാട്ട് വരാം. നമ്മുടെ ഈ ചടങ്ങിൻ്റെ വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ജയചന്ദ്രൻ സാറിൻ്റെ ഈ അനുസ്മരണത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തോടൊപ്പം 10-40 വർഷം ഒരുമിച്ചുണ്ടായിരുന്ന അനുഭവസമ്പന്നനായ ഒരു വ്യക്തിയാണ് മനോഹരൻ സാർ. ജയചന്ദ്രൻ്റെ പാട്ടുകളെക്കുറിച്ച്, ജയചന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച്, പല ഗാനങ്ങളും പാടാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കൗതുകകരമാർന്ന വസ്തുതകൾ നമ്മളോട് ദീർഘനേരം സംസാരിക്കണമെന്നും പാട്ടുകൾ പാടാവുന്നിടത്തോളം പാടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ മനോഹരൻ സാറിനെ ക്ഷണിക്കുന്നു. നീന്തി നീന്തി വന്ന് ഒന്നാം കടലിൽ മുങ്ങാൻ കുളിയിട്ടൊന്നാം തിരമാല. ഇതാണ് ആ പാട്ട്. പ്രേമയാണ് കൂടെ പാടിയത്. ഭാസ്കരൻ മാസ്റ്റർ രചനയും BA ചിദംബരനാഥ് സംഗീതം. ഇതാണ് ആദ്യമായി റെക്കോർഡ് ചെയ്ത ഗാനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജയചന്ദ്രനെ പാടിച്ച ആദ്യത്തെ സംഗീത സംവിധായകൻ ചിദംബരനാഥാണ്. അതിനുശേഷം അദ്ദേഹം കുറേ പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് കഴിഞ്ഞപ്പോൾ വിൻസെൻ്റ് മാസ്റ്റർ ദേവരാജൻ മാസ്റ്റർ അടുത്ത് പറഞ്ഞു, ഒരു ജയചന്ദ്രൻ എന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്, അവൻ ദാസേനെ പോലെ തന്നെ നല്ല ശബ്ദമുള്ള ഒരുത്തനാണ് തോന്നുന്നു, മാസ്റ്റർ ഒന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവരാജൻ മാസ്റ്റർ പരമോണ്ണനെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പോയി ദേവരാജൻ മാസ്റ്ററെ കാണൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജയേന്ദ്രൻ മാഷിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയെ പോലെയാണ് ഞാൻ. അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു, ഞാൻ ചെന്ന് ആകെ പരിഭ്രമമായി. അപ്പോൾ ചോദിച്ചാൽ എന്താ വന്നത്? അത് പാട്ട് പാടാൻ വന്നതാണ്. നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പോക്കോ, പാട്ട് പഠിക്കാതെയാണോ പാട്ട് പഠിക്കാൻ വന്നത്, പാട്ട് പാടാൻ വന്നതെന്ന് വെച്ച് ദേഷ്യപ്പെട്ട് തിരിച്ചു വിട്ടു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരികെ വിളിച്ചിട്ട് കളിത്തോഴൻ എന്ന സിനിമയിലെ
താരുണ്യം തന്നെ താമരപ്പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനെ. ഇങ്ങനൊരു പാട്ട്, ഒരു കോമഡി സോങ് പോലത്തെ പാട്ടാണ്. പ്രേം നസീറും ഷീലയും അഭിനയിക്കുന്നു കളിത്തോഴ എന്ന സിനിമയിൽ. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വേറെ ഒരു പാട്ട് കൂടി അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി. അപ്പോൾ ആ പാട്ട് ഇത് യേശുവിനുള്ള പാട്ടാണ്, നീ അവിടെ പഠിച്ചു വെച്ചോ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ പാട്ടെന്ന് പറഞ്ഞിട്ട് ഈ താരുണ്യം തന്നിയുടെ റെക്കോർഡിങ് കഴിഞ്ഞ ഉടൻ അദ്ദേഹം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചപ്പോൾ ദേവരായ മാസ്റ്റർ വെച്ചു, നീ വാ, ഇവിടെ വാ, ഞാൻ രണ്ടാമത് പഠിച്ച പാട്ട് ഒരു 3 പ്രാവശ്യം പാട്, മൈക്കിൻ്റെ പാട് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം പാടി. പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ എം കൃഷ്ണൻ നായർ സാറാണ്, നമ്മുടെ കെ ജയകുമാർ IASൻ്റെ അച്ഛൻ. അദ്ദേഹമാണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞു, സാറേ ആ പാട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അത് ദാസേട്ടൻ്റെ പാട്ടല്ലേ. എടാ അല്ല, നിൻ്റെ പാട്ട് തന്നെ, ദേവരായ മാസ്റ്റർ വെറുതെ നിന്നെ കബളിപ്പിക്കാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അദ്ദേഹത്തിന് ആ പാട്ട് ലഭിച്ചത്. 2003 അദ്ദേഹത്തിന് ഇന്ത്യ വിഷൻ്റെ ഇനാഗുറേഷന് വരണമായിരുന്നു, കോഴിക്കോട് വന്നു. ഇന്ത്യ വിഷന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒച്ച അടച്ചുപോയി, സംസാരിക്കാൻ വയ്യ. അപ്പോൾ മാഷ് എന്നെ വിളിച്ച് പറഞ്ഞ്, മനോഹര ആ മുനീറിനെ വിളിച്ച് പറയൂ, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, എൻ്റെ ഒച്ച അടച്ചിരിക്കുകയാണ്, ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ മുനീർ സാറിനെ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെയാണ് ജയേന്ദ്രൻ മാഷിന് സംസാരിക്കുക. അല്ല ജേട്ടൻ വെറുതെ അവിടെ ഇരുന്നാൽ മതി, വേദി ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞ് അത് സാറിന് അതിനുള്ളതുകൊണ്ടാണ്, ഒരു ഗായകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് അവരുടെ സ്വത്ത്. അതിനെന്തെങ്കിലും കേട് വന്നാൽ അവരങ്ങ് ഡിപ്രസ്ഡ് ആവും. അല്ലെങ്കിൽ തന്നെ ഡിപ്രസ് ആവുന്ന ആളാണ്. ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾക്ക് ഡിപ്രസ് ആവില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. എന്നാൽ വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് ചെന്നൈയിലാണ് താമസിക്കുന്നത്. 2005 വരെ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ തിരിച്ചു പോയി. ചെന്നൈയിൽ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു, മനോഹര ഇവിടെ വലിയ പ്രശ്നമാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഫ്ലൈറ്റ് കയറ്റി തിരുവനന്തപുരത്ത് വിട്ടോൾ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഫ്ലൈറ്റിൽ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ഒരു ENT ഡോക്ടറെ കാണിച്ചു. പറഞ്ഞ് ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ 1 മാസം OS റെസ്റ്റ് എടുക്കണം, ഒരക്ഷരം സംസാരിക്കാതിരിക്കണം. അങ്ങനെ എൻ്റെ വീട്ടിൽ, ആ ചെറിയ വീട്ടിൽ AC ഇല്ല, സാധാരണ ഫാൻ, മൊസൈക്ക് ടതറ, ചെറിയ മുറികൾ. ആ മുറിയിൽ 1 മാസം ഒന്നും മിണ്ടാതെ വെള്ളം, ചായ ഇങ്ങനെ എഴുതി കാണിക്കുന്നതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ആ രീതിയിൽ 1 മാസം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കുന്നത് എന്ത് ഒരു ടൈപ്പ് ആളാണെന്ന്. രാവിലെ കാപ്പൂടി കഴിഞ്ഞിട്ട് കസേരയിൽ നിന്ന് കട്ടിലിൽ നിന്ന് തലയണത്ത് മൊസൈക്ക് തലയിൽ കിടക്കും, കൊടുങ്കൈയും കുത്തി കിടക്കും. അങ്ങനെ കിടന്നുകൊണ്ട് 1 മണിക്കൂർ കിടന്നുറങ്ങും. അതൊക്കെയാണ് ശീലം. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരാൾ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ 1 മാസം അത് OS റെസ്റ്റ് എടുത്ത ശേഷം പോയി പാടിയ പാട്ടാണ് ആലിലത്താലിയുമായി വരുന്നീ തിങ്കളേ ഇതിലേ ആവടിപ്പൊയ്കയിൽ നാണമോലും ആമ്പലോ പശുവായി അരികേ. ആ പാട്ട് മറ്റ് ഗായകരെ അംഗീകരിക്കുന്ന മറ്റ് പാട്ടുകൾ പാടുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയില്ല. ഇത്രയും ലളിതമായ ജീവിതശൈലിയുള്ള ഒരാളെ നിങ്ങൾ കാണാൻ കഴിയില്ല. എല്ലാ ദിവസവും രാത്രി 9:30 ആകുമ്പോൾ എന്നെ വിളിക്കും. എല്ലാ ദിവസവും 9:30 വിളിച്ചിട്ട് 11 മണിവരെ ഞാൻ ലാപ്ടോപ്പിൽ അദ്ദേഹത്തിന് പാട്ടുകൾ കേൾപ്പിച്ചു. അദ്ദേഹം പാടിയ കന്നഡ, തെലുങ്ക്, മറ്റുള്ളവർ പാടി അദ്ദേഹം പറഞ്ഞ പാട്ടുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. 11 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ചർച്ചയൊക്കെ മതിയാക്കി കടന്നു. ഈ ഡിസംബർ 9-ാം തീയതി അദ്ദേഹം വീഴ്ച വീണു. ആ വീഴ്ച വീണു തലേ ദിവസം വരെ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഇതാണ്. പിന്നെ അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട പാട്ടുകൾ 4 പാട്ട് ഞാൻ എല്ലാ ദിവസവും 10-400 പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. BK പ്രകാശുണ്ട്, ബാലചന്ദ്രമേനോനുണ്ട്, M ജയന്തനുണ്ട്, BK ഹരിനാരായണനുണ്ട്, സന്തോഷ് ശർമ്മയുണ്ട്. പിന്നെ സാധാരണക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടുത്തെ കൊല്ലത്തൊരു സുരേഷ് എന്ന് പറഞ്ഞിട്ട് സിമൻറ്റ് ലോഡ് ചുമക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം മാഷിന് വലിയ ആരാധകനാണ്. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, ഒരൊറ്റ സെലിബ്രിറ്റി ആ ഫോണിൽ വിളിക്കില്ല. അദ്ദേഹം ഒരുപാട് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. ഒരൊറ്റ ആളിനെയും ഫോണിൽ വിളിക്കില്ല. അദ്ദേഹം വിളിക്കുന്നത് അവിടെ ഒലവക്കോടുള്ള പോസ്റ്റ്മാൻ കൃഷ്ണസ്വാമിയെ, കൊല്ലത്തുള്ള സിമൻ്റ് ലോറി വെക്കുന്ന സുരേഷിനെ, ഇവിടെ വെള്ളായണിയിൽ ആട്ടോ ഓടിക്കുന്ന അജിയെ, കാട്ടാക്കട ടാക്സി ഓടിക്കുന്ന ശ്രീകുമാറിനെ, ഇവരെയൊക്കെയാണ് മാഷ് വിളിക്കുന്നത്. അല്ലാതെ ഒരൊറ്റ ബാലചന്ദ്രമേനൊക്കെ വളരെ അടുപ്പമാണ്, ശ്രീകുമാരൻ തമ്പിസിന് വളരെ അടുപ്പമാണ്. അവരാരും ഫോൺ വിളിക്കില്ല. ബാലചന്ദ്രമേനൻ എൻ്റെ പരാതി പറഞ്ഞിട്ട്, എന്തൊരു മനുഷ്യനാണ് മനോഹര ജയൻ,
ഒരു ഫോൺ വിളിക്കില്ലല്ലോ, നമ്മൾ ഫോൺ വിളിച്ച സമയത്ത് എടുക്കില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു റയർ സ്പീഷീസ്, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തി മാഹാത്മ്യം, സാധാരണക്കാരോട് അത്രയും അടുപ്പമുള്ള ഒരു വലിയ കലാകാരനായിരുന്നു ജയേന്ദ്രൻ മാഷ്. ഇങ്ങനൊരു അനുസ്മരണം കേൾക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ വളരെ സന്തോഷമായിട്ടാണ് കരുതുന്നത്. ഇങ്ങനൊരു അനുസ്മരണം കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഈ വേദിയിൽ കിട്ടാനും ജയചന്ദ്രൻ മാഷെ പറ്റി അറിയാൻ കഴിഞ്ഞതും വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് അവിചാരിതമായിട്ട് തോന്നുന്നത്. മലയാളികൾക്ക് പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും കൂട്ടായി മനോഹരമായി ഗാനം ആലപിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള കവികൾ, ഗാനാലാപനങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കാൻ അന്ന് നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം ഈ രീതിയിൽ അദ്ദേഹത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്, യേശുദാസ്, ജയചന്ദ്രൻ മാഷ്, നമ്മൾ ജാനകിയമ്മ, സുശീലാമ്മ ഇതൊക്കെ കേൾക്കുന്നുള്ളതല്ലാതെ അവരുടെ പാട്ടും കേൾക്കും. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം കേൾക്കാൻ കഴിഞ്ഞത് വളരെ അവിചാരിതമായ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. അതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം അത് അദ്ദേഹം ഒരുപാട് നേരത്തെ അദ്ദേഹം പാടിയതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തപ്പി, മധുമാസ ചന്ദ്രിക മുങ്ങിത്തോർത്തി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമജഗവരി, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. മൈക്കിലൂടെ കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഇവിടെ കേട്ടപ്പോഴാണ് ഇത്രയും അറിവുള്ളൊരു വ്യക്തിയാണ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന, മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യ മണിയാണോ അനുരാഗാനം പോലെ. പന്തൽ കെട്ടി നീലവാനം മാനസങ്ങൾ താളം കത്തി രാഗലോലം ജീവനിയിൽ പൂവണിയിൽ നമ്മളൊരുക്കും, ജീവനിയിൽ പൂവണിയിൽ നമ്മളൊരുക്കും. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി ൂരഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടി വരുന്നേ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചിരി നാലുമണി പൂവ് പോലെ ചെറുവശി തണ്ടുലിന്റെ വന്നടുത്തു അടിമധുരം തുണയും നനവിൻ മഴയിൽ സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായോജ്യം നിന്നു
നർത്തകീ ശില്പം കണ്ണിനു സായോജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും, ഏതു പൂജാരിയും പൂജിക്കും നിന്നെ. കരിമുഖിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കളത്തുവള്ളം യാത്രയായി യാത്രയായി. കരയിൽ നീ മാത്രമായി. കരിമുഖിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കളത്തുവള്ളം യാത്രയായി യാത്രയായി. കരയിൽ നീ മാത്രമായി. മൃദുലി ഇതാ ഒരു ഭാവഗീതമിതാ, നിന്റെ മിഴിതൻ നീലിമയിൽ നിന്നു ഞാൻ പകർത്തി. മൃദുലീതാ ഒരു ഭാവഗീതമിതാ, നിന്റെ മിഴിതൻ നീലിമയിൽ നിന്നു ഞാൻ പകർത്തി. ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗകൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണത്തുന്നു സഖി, ആരുണത്തുന്നു. തളിരിലകൾ താലോലം പാടി പാടി പൊന്തിരി തെറുക്കുന്ന വനഭൂമി, നീലവിശാലതയെ തൊട്ടുഴിയുവാൻ പച്ചത്താരങ്ങളുയർത്തും ഈ തീരഭൂമി. ഇവിടെ നിൻ കാൽത്തളകൾ കരയുന്നുവോ, ഇവിടെ നിൻ കളഗീതം ഇടറുന്നുവോ, ഇടറുന്നുവോ, ഇടറുന്നുവോ.
ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. കാവേരിക്കരയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം, കാവേരിക്കരയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം, കളിയാടാനൊരു കൊട്ടാരം. കവനി നദിക്കരയിൽ കളിയാടാനൊരു പൂന്തോട്ടം, കളിയാടാനൊരു പൂന്തോട്ടം. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ, അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി, ആരു നീ ആരു നീ ആരു നീ, റംസാനിലെ ചന്ദ്രികയോ. പി ജയചന്ദ്രൻ അവർകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. എങ്കിലും അനശ്വരമായ അദ്ദേഹത്തിൻ്റെ ആ സ്വരമാധുരി മലയാളികൾ ഉള്ളിടത്തോളം കാലം എന്നും നിലനിൽക്കും എന്ന് ആഗ്രഹിക്കുകയാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം മുതൽ താൻ പാടിയ മധുരങ്ങളായ ഒട്ടനവധി ഗാനങ്ങൾ മലയാളിക്ക് എന്നും ഓർമ്മിക്കാനുണ്ടാകും. സുപ്രഭാതം സുപ്രഭാതം, മലയാള ഭാഷതൻ മാദക ഭംഗിയിൽ, പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, ശാരദാംബരം ചാരു ചന്ദ്രിക തുടങ്ങി മലർവാക കൊമ്പത്ത് തുടങ്ങിയ ഒട്ടനവധി മധുരങ്ങളായ ഗാനങ്ങൾ മലയാളിക്ക് ഇമ്പമാർന്ന ശബ്ദത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാവത്തിൽ മലയാളിക്ക് സമ്മാനിച്ച ആ പ്രിയപ്പെട്ട ഗായകന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, ഏറെ ദുഃഖത്തോടെ. താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ, താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ, പോരാതിരിക്കുമോ കണ്ണൻ. യദുകുലരതി ദേവനിവിടെ രാധേ, യദുകുലരതി ദേവനിവിടെ. ഇവിടെ ഒത്തുചേർന്നവരുടെ കൂട്ടായ പാട്ടിലൂടെ അനുസ്മരണ യോഗം അവസാനിപ്പിച്ചു. പഞ്ചാമൃതം എന്നാണ് സിനിമയുടെ പേര്. ശ്രീകുമാരൻ തമ്പിയും ദേവരാജൻ മാസ്റ്റർ മധുര സംഗീതം കേട്ടു, പ്രണയത്തിനാലാപനമായ സുഗമ സംഗീതം കേട്ടു. ശ്രീകുമാരൻ തമ്പിയും സലീം ചൗധരിയും ചേർന്നിരിക്കിയ പാട്ട് വിഷുക്കണിയെന്ന് പൊന്നുഷസിന്നു പൂവിലും പുലരി